വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തു നൽകുന്ന മറ്റൊരു വലിയ അത്ഭുതം, വലിയൊരു സംഭവം. വിശുദ്ധ മർക്കോസ് 8:1 മുതൽ. ആ ദിവസങ്ങളിൽ ഏറ്റവും വലിയ പുരുഷാരം ഉണ്ടായിരിക്കുക, അവർക്ക് ഭക്ഷിപ്പാനൊന്നും ഇല്ലായതുകൊണ്ട് യേശു ശിഷ്യന്മാരെ അടുക്ക വിളിച്ച് അവരോട്, ഈ പുരുഷാരം ഇപ്പോൾ 3 നാളായി എന്നോടുകൂടെ പാർക്കുന്നു. അവർക്ക് ഭക്ഷിപ്പാനൊന്നുമില്ലായതുകൊണ്ട് എനിക്ക് അവരോട് അലിവ് തോന്നുന്നു. ഞാൻ അവരെ പട്ടിണിയായി വീട്ടിലേക്ക് അയച്ചാൽ അവർ വഴിയിൽ വെച്ച് തളർന്നു പോകും. അവരിൽ ചിലർ ദൂരത്തു നിന്ന് വന്നവരല്ലോ എന്ന് പറഞ്ഞു. അതിനവൻ്റെ ശിഷ്യന്മാർ, ഇവർക്ക് ഇവിടെ മരുഭൂമിയിൽ അപ്പം കൊടുത്ത് തൃപ്തി വരുത്തുവാൻ എങ്ങനെ കഴിയുമെന്ന് ഉത്തരം പറഞ്ഞു. അവനവരോട്, നിങ്ങളുടെ പക്കൽ എത്ര അപ്പം ഉണ്ട് എന്ന് ചോദിച്ചു. 7 എന്നവർ പറഞ്ഞു. അവൻ പുരുഷാരത്തോടെ നിലത്തിരിപ്പാൻ കൽപ്പിച്ചു. പിന്നെ ആ 7 അപ്പം എടുത്ത് സ്തോത്രം ചെയ്ത് നുറുക്കി ശിഷ്യന്മാരുടെ പക്കൽ വിളമ്പുവാൻ കൊടുത്തു. അവർ പുരുഷാരത്തിന് വിളമ്പി. ചെറിയ മീനും കുറേ ഉണ്ടായിരുന്നു, അതും അവർ അനുഗ്രഹിച്ച് വിളമ്പുവാൻ പറഞ്ഞു. അവർ തിന്ന് തൃപ്തരായി ശേഷ കഷ്ണങ്ങൾ 7 വട്ടി നിറച്ചെടുത്തു. അവർ ഏകദേശം 4000 പേരായിരുന്നു. അവനവരെ പറഞ്ഞയച്ച് ഉടനെ ശിഷ്യന്മാരോട് പടക് കയറി ദൽമനൂത അംശങ്ങളിൽ എത്തി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ പട്ടിണി പാവങ്ങളാണ് അന്നും ഇന്നും ഒക്കെ കർത്താവിനെ അന്വേഷിച്ച് വരുന്നത്. ജീവിതത്തിൻ്റെ നിരാശകൾ കർത്താവിൻ്റെ അടുക്കൽ വരുമ്പോൾ കർത്താവിൻ്റെ പക്കൽ അതിന് പരിഹാരമുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അത്ഭുതകരമായിട്ട് അതിശയകരമായിട്ട് ദൈവത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയും. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവ് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുത ശക്തി ആവരിച്ച് അതിശയകരമായിട്ട് അവരുടെ ഭാരമുള്ള പ്രയാസമുള്ള വിഷയങ്ങളിൽ കർത്താവ് അത്ഭുതം ചെയ്യണം, അതിശയം ചെയ്യണം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം, യേശു മൂലം തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.